+2 തൊട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് വരെയുള്ളവർക്ക് ISST is introducing a diploma program in facility management. ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകളാണ് ഈ മേഖലയിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തുമുള്ളത്. ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെയൊക്കെ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ യു ലുക്ക് അറ്റ് ആൻ എയർപോർട്ട്, അല്ലെങ്കിൽ ഒരു വലിയ മാള്, ഇപ്പം നമ്മുടെ ലുലു പോലത്തെ വലിയൊരു മാൾ എടുത്തു കഴിഞ്ഞാൽ, വലിയ ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ, വലിയ ഒരു ഓഫീസ് കോംപ്ലക്സ്, ഫോർ എക്സാമ്പിൾ യു ലുക്ക് അറ്റ് ഇൻഫോ പാർക്ക് ഓർ ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ വലിയ ബിഗ് 5-star ഹോട്ടൽസ്. ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ ഇഫ് യു ലുക്ക് അറ്റ് ദീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിൻ്റെ കോൺക്രീറ്റ് സ്ട്രക്ചർ മാത്രമാണ്. പക്ഷേ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസാണ് ഹൗസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഫെസിലിറ്റീസിനെ നോക്കി നടത്തുന്ന ഒരു ടീം ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യു വിൽ സീ വാട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, AHU സിസ്റ്റം ഈസ് ദെയർ, ദി എലവേറ്റർ സിസ്റ്റം ഈസ് ദെയർ, elevators, and probably you will see lift. Then the fire protection system is there. Then the HSE is there, health safety and environment arrangement is there. Then of course you would also see what big electrical system is there, electrical oriented electrical wiring and electrical equipments are there. A lot of electronic gadgets are there. The big plumbing system is there. A lot of waste management requirement is there. Also, those establishments have to utilize the space effectively. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യുക. സോ ദ സ്പേസ് യൂട്ടിലൈസേഷൻ, ഇതെല്ലാം അടങ്ങുന്ന ജോബ് ഫങ്ഷൻസിനെ ഒരുമിച്ച് കോർത്തിണക്കി മെയിൻ്റനൻസ്, ലുക്കിംഗ് ആഫ്റ്റർ, കെയറിങ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, ഇതെല്ലാം കൂടി നോക്കി നടത്തുന്ന ഒരു ടീമിനെയാണ് ഇന്നിത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ പലതിലും എംപ്ലോയി ചെയ്യുന്നത്. അങ്ങനെ വാർത്തെടുക്കുന്ന ടീമിനെയാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വേൾഡ് ഓവർ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ തൊഴിൽ സാധ്യതയാണ് ഈ മേഖലയിലുള്ളത്. വി ബ്രിങ് ഇറ്റ് വിത്ത് എൻ എക്സലൻറ്റ് കോൺഫിഡൻസ്. ഇന്നേ വരെ ഈ മാനേജ്മെൻറ്റ് പുതിയതായി ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു കോഴ്സും പാഴായിപ്പോയിട്ടില്ല. ഫയർ സേഫ്റ്റി എടുത്താൽ വൻ സക്സസ് ആയിരുന്നു, ലിഫ്റ്റ് ടെക്നോളജി എടുത്താൽ വൻ സക്സസ് ആയിരുന്നു, ഫൈബർ ഒപ്റ്റിക്സ് ടെക്നോളജിയും അതിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ, അതും ഈ ഗ്രൂപ്പ് ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ്. അത് ഗംഭീര വിജയമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഏറ്റെടുത്ത് പഠിപ്പിച്ചു തുടങ്ങി. വെയർഹൗസ്, പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ്, അത്തരത്തിൽ നോക്കിയാൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് undoubtedly is going to be a very big hit. You will have an early bird advantage. കാരണം അത് എടുത്തു നോക്കുക, ഫയർ സേഫ്റ്റിയൊക്കെ ആദ്യം വന്ന് പഠിച്ചവരൊക്കെ ഗംഭീരമായിട്ടാണ് തൊഴിൽ മേഖലകളിൽ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആദ്യകാലത്ത് വന്ന് ചേർന്നവരൊക്കെ വലിയ രീതിയിലാണ് വൻ സാധ്യതകളിലേക്കാണ് എത്തിപ്പെടാൻ സാധിച്ചത്. അത്തരമൊരു സാധ്യതയാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ ഉടലെടുക്കുന്നത്. ഡു നോട്ട് ലൂസ് ദിസ് ചാൻസ്. ടേക്ക് ദി ഏർലി ബേർഡ് അഡ്വാൻറ്റേജ്. കം ആൻഡ് ജോയിൻ ഫോർ ദിസ് പ്രോഗ്രാം. We can show you quite a lot of job opportunities in India as well as in abroad.